ഗായ്സ്, അപ്പോൾ ഞങ്ങൾ തിരാന എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പുലർച്ചെ 3-3:30 ആയിട്ടുണ്ട് സമയം. ഇതാ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ തിരാന എയർപോർട്ടിൽ ഇറങ്ങി. എന്നിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങൾ ടാക്സി വിളിച്ചു വന്നു. അങ്ങോട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 44 യൂറോ ആണ് കൊടുക്കേണ്ടി വന്നത് 2 ടാക്സിക്ക് വന്നിട്ട്. ഇപ്പം ഇവിടുന്ന് മോണ്ടിനെഗ്രോ പോകാനായിട്ട് ഞങ്ങൾ ഫ്ലിക്സ് ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ UK കാണുന്ന വലിയ ഫ്ലിക്സ് ആണ്. ഇതൊരുമാതിരി ടെമ്പോ പോലൊരു വണ്ടിയാണ്. ഇതിനകത്തോടെ ഞങ്ങൾ കയറിയത്. നമുക്ക് നോക്കാം എവിടെ എത്തുമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ തിരാന ബസ് സ്റ്റേഷനിൽ നിന്ന് മോണ്ടിനെഗ്രോയിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഫ്ലിക്സ് ബസ്സിൽ ഇങ്ങനെ പോവാണ്. രാവിലെ ആവുന്നേ ഉള്ളൂ, ഇങ്ങനെ വെളിച്ചൊക്കെ ആയി വരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ റോഡിൽ. അതാ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ. എനിക്ക് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ കുറേയൊക്കെ നമ്മുടെ നാടുമായിട്ടൊക്കെ ഇങ്ങനെ റിസംബിൾ ചെയ്യാൻ തോന്നുന്നുണ്ട്. എക്സാക്റ്റ് നാടൊന്നുമല്ല, എന്നാലും UK പോലെയല്ല. ഏതൊരു യൂറോപ്യൻ കൺട്രി ആണെങ്കിലും UK പോലെയല്ല. നാടൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ലുക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇച്ചിരി ദൂരം അധികം തന്നെ പോകാനുണ്ട് ഞങ്ങൾക്ക് മോണ്ടിനെഗ്രോയിലേക്ക്. കുറേ നേരം ഈ ഫ്ലക്സ് ബസ്സിൽ ഇങ്ങനെ ഇരിക്കണം. പക്ഷേ രസമാണ്, കാരണം കുറേ ഇങ്ങനെ ജനലിൻ്റെ പുറത്തു കൂടെ ഒക്കെ നോക്കുമ്പോൾ കണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചിയിലൊക്കെ പോയ ഒരു ഫീലാണ് കേട്ടോ ഉള്ളത്. ഈ കാര്യങ്ങളും ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാ ഇപ്പോൾ കുറേയൊക്കെ വണ്ടികളൊക്കെ ആയി തുടങ്ങി, എല്ലാവരും ജോലിക്കൊക്കെ പോയി തുടങ്ങി. ഇതാ ചില ജംഗ്ഷനൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഒരു തമിഴ്നാട് ലുക്കൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഇവിടെ വണ്ടി ഓടിക്കുന്നത് കണ്ടാലറിയാം കാര്യമായിട്ടുള്ള റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും നിർത്തുകയോ പോവുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ കുറേ ആളുകളൊക്കെ കാണുന്നുണ്ട്, കാരണം ഇപ്പം ജോബ് സമയമായി. കണ്ടില്ലേ വീടുകളൊക്കെ. എനിക്ക് ഈ വീടുകൾ കാണുമ്പം എനിക്ക് ശരിക്കും കോയമ്പത്തൂർ ഭാഗമാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീടുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒറ്റപ്പെട്ട വീടുകളാണ്, അല്ലാണ്ട് നമ്മുടെ UK അടുത്തടുത്തല്ല കാണുന്നത്. ഒറ്റപ്പെട്ട വീടുകളാണ്. ഒരു വീട് കുറേ ലാൻഡ് അങ്ങനെ ഒറ്റപ്പെട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ. ഇങ്ങനെ നമ്മൾ ജനലിൻ്റെ പുറത്ത് കൂടി ഇങ്ങനെ നോക്കി കാണാനായിട്ട് കുറേ നേരം പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇതാ സൈഡിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയി, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിലൊന്നും. പിന്നെ ഇതാ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം മോണ്ടിനെഗ്രോ ബോർഡറിൽ എത്താറായി. നമുക്ക് അൽബേനിയയിൽ നിന്ന് മോണ്ടിനെഗ്രോയിലേക്ക് കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു രാജ്യമാണ്. അവിടെ ചെക്കിംഗ് ഉണ്ട് ഇമിഗ്രേഷനിൽ. സോ ഞങ്ങളിപ്പം ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എത്താറായെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുക. നമുക്ക് മോണ്ടിനെഗ്രോ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ BRP കാർഡ്, പാസ്പോർട്ട്, പിന്നെ ഇതൊന്നും കൂടാതെ നമ്മുടെ വിസയും കൂടെ കാണിക്കണം. അപ്പം ഞങ്ങൾ റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇതപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി. ഇതാ അവിടെ ഡ്രൈവറൊക്കെ ഇങ്ങനെ അവരുടെ ഇമിഗ്രേഷൻ ഓഫീസറോട് സംസാരിച്ചു. ഞങ്ങൾ പയ്യെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി ഇതാ കാണിക്കുക. ഞങ്ങളിപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അൽബേനിയയിൽ നിന്ന് മോണ്ടിനെഗ്രോയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം അൽബേനിയ കുറച്ച് സിറ്റിയും കാര്യങ്ങളും വീടുകളും പിന്നെ ഫ്ലാറ്റൊക്കെ ആയിരുന്നു. പക്ഷേ മോണ്ടിനെഗ്രോ അങ്ങനെയല്ല കേട്ടോ. ലാൻഡ്സ്കേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. കുറേ മലകളും പച്ചപ്പും ഒക്കെ ആയിട്ട് പുഴയൊക്കെ ആയിട്ട് അരികെ പുഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ പീച്ച് ഫാമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവർ പീച്ചാണ് മെയിൻ കൃഷിയായിട്ട് ചെയ്യുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ ഇത് കൾട്ടിവേഷൻ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള വീട്ടിലേക്കാണ് പോകുന്നത്. മോണ്ടിനെഗ്രോയിലെ പോഡ്ഗോറിക്ക എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വീടുള്ളത്. സോ ഇതാണ് പോഡ്ഗോറിക്ക. ഇത് മോണ്ടിനെഗ്രോയിലെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടുന്ന് 10 മിനിറ്റ് ദൂരെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള Airbnb ഉള്ളത്. അപ്പോൾ നമ്മൾ ടാക്സിക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഹോസ്റ്റാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഈ ലേഡിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ ഞങ്ങൾ ഇതാ ഇറങ്ങുക. പുതിയ വീട്ടിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. പുതിയ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പോവാണ്. നല്ല അടിപൊളി നൈസ് ഹോം. ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. ലക്കി എന്ന് പറയട്ടെ, നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഞങ്ങളുടെ ഹോസ്റ്റ് ഞങ്ങൾക്ക് വീടൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു.
അവരോരോരോ സാധനങ്ങൾ എവിടേക്കാണ് വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇതേ നല്ല നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ വീട്. നല്ല നല്ല സുഖമുണ്ടായിരുന്നു ഉള്ളിലൊക്കെ. ഇത് ഒത്തിരി റൂമുണ്ട്. ഇതേ ഫസ്റ്റ് റൂം ഇതാണ് താഴത്തെ, അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പയ്യെ മേളിലേക്ക് കയറി. മേളിലുണ്ട് 2 റൂമും 1 ബാത്റൂമും. ഇതാ മേളിലുണ്ട് 2 നല്ലൊരു റൂം. ഇതാ ഒരു റൂം ഇതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ റൂമൊക്കെ. പിന്നെ ഒരു നല്ല അടിപൊളി ബാത്റൂം. ഇതാ മുകളിലുള്ള അടുത്ത റൂമാണിത്. കണ്ടില്ലേ എന്തൊരു വലിയ റൂമാണിത്. ഇഷ്ടം പോലെ പേർക്ക് നിൽക്കാൻ പറ്റും ഈ റൂമിലൊക്കെ. അത്രയും സ്പേഷ്യസാണ്. 3 ബെഡൊക്കെ ആയിട്ട്. 3 ബെഡ് കുറേ പേർക്ക് നിൽക്കാൻ പറ്റും. ദേ ഇവിടുന്നാണ് ബാൽക്കണി. ഇവിടെ സൂപ്പർ ബീച്ചിൻ്റെ ഫാമും കണ്ട് നല്ല ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം. ഗ്രാമപ്രദേശം, മോണ്ടിന്യൂഗിരിയിലെ ഗ്രാമപ്രദേശം. സോ എല്ലാവരും ടയേർഡായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊന്നും എവിടെയും പോയില്ല. ഞങ്ങൾ നാളെയാണ് ബഡുവയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മോണ്ടിന്യൂഗിരിയുടെ മെയിൻ അട്രാക്ഷനാണ് ബുഡുവ. സോ ആ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യണം. ബൈ.